Hello everyone, my name is Manna Susan George. I'm a consultant psychologist, KIMS Health, Kottayam. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇസ് ടോക്സിക് റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ വിഷലിപ്തമായ ബന്ധങ്ങൾ. ഇപ്പോൾ നമ്മളൊക്കെ വളരെയേറെ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് ടോക്സിക് റിലേഷൻഷിപ്സ്. പലർക്കും പ്രണയം ഒരു ട്രാപ്പ് ആകുന്നു. Love has been declared the official reason for the death of many youngsters in the past few years. ആരാണ് ഒരു ടോക്സിക് പാർട്ട്ണർ, ഒരു ടോക്സിക് ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ സ്പൗസ്? എന്താണ് ഒരു വ്യക്തിയെ, അവർ പ്രണയിക്കുന്ന വ്യക്തിയെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ കൊലപാതകം ചെയ്യാനോ പ്രേരിപ്പിക്കുന്ന ഘടകം? ഇതിൻ്റെയൊന്നും ഒരു മനഃശാസ്ത്രമല്ല നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് വളരെയേറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്നാലും നമ്മൾ ഇന്നിവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ്. How do you know you are in a healthy relationship or in an unhealthy relationship? What are the red flags of a toxic relationship? അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ we should understand what a healthy relationship is. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൻ്റെ ക്വാളിറ്റീസ്, പ്രത്യേകതകൾ എന്താണ്? നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് ആൻഡ് അനലൈസ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. whether you have these qualities. എല്ലാം അല്ലെങ്കിലും ഇതിൽ പറയുന്ന ചില ക്വാളിറ്റീസ് എങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. 1 is mutual respect, പരസ്പര ബഹുമാനം. 2 trust, വിശ്വാസം. 3 honesty, സത്യസന്ധത. 4 support, പാർട്ട്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സപ്പോർട്ട്. 5 equality, സമത്വം, രണ്ടുപേരും തമ്മിൽ ഈക്വലായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുക. 6 സെപ്പറേറ്റ് ഐഡൻറ്റിറ്റീസ്, നിങ്ങളുടെ വ്യക്തിത്വത്തെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ക്വാളിറ്റീസ് ലാക്ക് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു വാച്ച് ഔട്ട് ഫോർ സം ഓഫ് ദ റെഡ് ഫ്ലാഗ്സ്. ഇനി ആ റെഡ് ഫ്ലാഗ്സ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് ബിലിറ്റിലിംഗ്, ഡിസ്റെസ്പെക്ട്ഫുൾ ബിഹേവിയർ. നിങ്ങളെ ചെറുതാക്കി കാണിക്കുക, നിങ്ങളെ അപമാനിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറിനെ മോശം വരുന്ന രീതിയിലോ ഉള്ള പേരുകൾ വിളിക്കുക. കോളിംഗ് യു ഡീമീനിങ് നെയിംസ്. അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മുമ്പിലോ മറ്റുള്ളവരുടെ മുമ്പിലോ നിങ്ങളെ എംബാരസ് ചെയ്യുന്ന രീതിയിലുള്ള തമാശകൾ പറയുക. നിങ്ങളെക്കാൾ ഇൻ്റലക്ച്വലി സുപ്പീരിയർ ആണ് എന്ന് എപ്പോഴും വരുത്തി തീർക്കുക. അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിങ്ങളുടെ ഒപ്പീനിയൻസോ കംപ്ലീറ്റ്ലി ഡിസ്മിസ് ചെയ്യുക. ഫ്രീക്വൻ്റ്ലി നിങ്ങളുടെ വീക്ക്നെസ്സസ്, നിങ്ങളുടെ കുറവുകളെ എടുത്തു കാണിക്കുക, പോയിന്റ് ഔട്ട് ചെയ്യുക. All this come under belittling. രണ്ടാമത്തെ ഉള്ള റെഡ് ഫ്ലാഗ് ആണ് കൺട്രോളിങ് ബിഹേവിയർ. കൺട്രോളിങ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡ്രസ്സ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന രീതി, നിങ്ങളുടെ ഹാങ് ഔട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫാമിലി, എല്ലാത്തിൽ നിന്നും നിങ്ങളെ അകറ്റി നിർത്താൻ ശ്രമിക്കുക, കൺട്രോൾ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഡിസഗ്രി ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് അമിതമായി ദേഷ്യപ്പെടുക, നിങ്ങളെ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പണിഷ്മെൻറ്റ്സ് തരിക. ഇതെല്ലാം കൺട്രോളിങ് ബിഹേവിയറിൽ പെടും. അല്ലെങ്കിൽ അമിതമായ ജലസി, പൊസസീവ്നെസ്, നിങ്ങളുടെ ക്ലോസ് ഫാമിലി, ഫ്രണ്ട്സ് എന്നിവയിൽ നിന്നും അകറ്റി നിങ്ങളെ ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ തന്നെ ഉപദ്രവിക്കുന്നതായിട്ട് ഭീഷണിപ്പെടുത്തുക. They threaten to self-harm. All these come under controlling behavior. മൂന്നാമത്തെ റെഡ് ഫ്ലാഗ് is lack of humility. നിങ്ങളെ മാനസികമായോ ശാരീരികമായോ ഉപദ്രവിക്കുക. ചിലപ്പോൾ അപ്പോളജൈസ് ചെയ്യാം, എന്നാലും അവരവരുടെ ബിഹേവിയർ ഒരിക്കലും മാറ്റുകയില്ല. അതുപോലെ തന്നെ ക്ലെയിം ദാറ്റ് ദേ ആർ ഡൂയിങ് ദിസ് ഫോർ യുവർ ഓൺ ഗുഡ്. അവരുടെ മോട്ടീവ് ഗുഡാണ്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിന്നെ ഞാൻ വളരെയേറെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കുക. അല്ലെങ്കിൽ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സംതിങ് കോൾഡ് ഗ്യാസ് ലൈറ്റിംഗ്. അതായത് നിങ്ങളുടെ സാനിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വരുത്തി തീർക്കുക. അതായത് നിങ്ങൾക്കൊരു സ്ഥിരതയില്ല, നിങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല, ദാറ്റ് മേക്സ് യു കീപ് അപ്പോളജൈസിങ് ഫോർ എവറിഥിങ്. അതുപോലെ തന്നെ അവർ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണക്കാർ നമ്മളാണ് എന്ന് വരുത്തി തീർക്കുക, ബ്ലെയിമിങ് യു ഫോർ ദെയർ ബാഡ് ബിഹേവിയർ. ഓൾ ദീസ് കം അണ്ടർ ലാക്ക് ഓഫ് ഹ്യൂമിലിറ്റി. ആൻഡ് ദ ബിഗീസ്, ഫിസിക്കൽ ആൻഡ് സെക്ഷൽ അബ്യൂസ്. നിങ്ങളെ ശാരീരികമായിട്ടോ സെക്ഷുവലായിട്ടോ എന്തെങ്കിലും തരത്തിലുള്ള അബ്യൂസ് ഉണ്ടാവുക, നിങ്ങളെ നിർബന്ധിക്കുക, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങളെ നിർബന്ധിക്കുക. അതുപോലെ തന്നെ സെക്ഷുവലി എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള പിക്ചേഴ്സ് നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ എടുക്കുക. എല്ലാം all these come under red flags. Now once you have identified the red flags, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് അതിൽ നിന്നും പുറത്തു വരണം എന്നുണ്ടെങ്കിൽ
നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്സാണ് നമ്മൾ ഇനിയും പറയാൻ പോകുന്നത്. The first step is to build a safety net. You need to prepare. Carefully നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ആൻഡ് ഓൾവേസ് ഗിവ് പ്രയോറിറ്റി ടു യുവർ സേഫ്റ്റി. അതിന് വേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ആദ്യം ഫൈൻഡ് ചെയ്യുക, അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അറേഞ്ച് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് ടു ലെറ്റ് സംവൺ നോ. നിങ്ങൾ ഏതവസ്ഥയിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുക. അത് നിങ്ങളുടെ ഫാമിലി ആകട്ടെ, ഫ്രണ്ട്സ് ആകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കോവർക്കേഴ്സ്, ടീച്ചേഴ്സ്, നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ആരുമാവട്ടെ, അവരുമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുക. ബിക്കോസ് യു വിൽ നീഡ് ദെയർ സപ്പോർട്ട്. നിങ്ങൾ കടന്നു പോകുന്ന എന്താണോ അതിൽ കൂടി കടന്നു പോകാൻ ഉള്ള ബലം വേണമെന്നുണ്ടെങ്കിൽ യു നീഡ് സപ്പോർട്ട്. ഇനിയും ആവശ്യമെങ്കിൽ സീക്ക് ഫോർ പ്രൊഫഷണൽ ഹെൽപ്പ്. ദെർ ആർ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ്, കൗൺസിലേഴ്സ്, സൈക്കോളജിസ്റ്റ്, തെറപ്പിസ്റ്റ് എല്ലാവരുമുണ്ട്. നിങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യുക. ദേ വിൽ ഹെൽപ്പ് യു ടു ഗോ ത്രൂ ഇറ്റ് ആൻഡ് ദേ വിൽ ഗൈഡ് യു. ഇനി ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ ഇഫ് യു ഫിയർ ദാറ്റ് യുവർ ലൈഫ് ഇസ് അണ്ടർ ത്രെറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും യു ഷുഡ് സീക്ക് ദ ഹെൽപ്പ് ഓഫ് പോലീസ്. അതിന് വേണ്ട സംരക്ഷണവും സപ്പോർട്ടും അവർ നിങ്ങൾക്ക് തരും. തേർഡ് സ്റ്റെപ്പ് ഇസ് സ്റ്റോപ്പ് ടോക്കിംഗ് ടു യുവർ പാർട്ട്ണർ. Toxic people can be very cunning and manipulative. They will definitely emotionally blackmail you. So അതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള കമ്മ്യൂണിക്കേഷൻ വിത്ത് ദം നമ്മൾ കട്ട് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പ് ഇസ് ടു ആക്സെപ്റ്റ് യുവർ ഫീലിങ്സ്. നിങ്ങൾ എന്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നത് നിങ്ങൾ അംഗീകരിക്കുക. നിങ്ങൾക്ക് കരയണമെങ്കിൽ കരയുക. ടേക്ക് ടൈം ടു ഹീൽ. ഹെൽപ്പ് യുവർ സെൽഫ് ടു റിക്കവർ. അതിനാവശ്യമായത് എന്താണോ അത് നമ്മൾ ചെയ്യുക. ട്രൈ ടു സ്പെൻഡ് മോർ ടൈം ഫോർ സെൽഫ് കെയർ. സെൽഫ് കെയർ എന്ന് പറയുമ്പം നിങ്ങൾ സ്റ്റാർട്ട് ടേക്കിംഗ് ന്യൂ ഹോബീസ്. നിങ്ങൾ എക്സസൈസിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ കൂടുതൽ ഫ്രണ്ട്സുമായിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ ഫോക്കസ് ചെയ്യുക. ഗിവ് പ്രയോറിറ്റി ടു സെൽഫ് കെയർ. ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നും ഇറങ്ങുക എന്ന് പറയുന്നത് ഇസ് ട്രെമെൻഡസ്ലി ഡിഫിക്കൾട്ട് ആൻഡ് എ ബ്രേവ് സ്റ്റെപ്പ് ടു ടേക്ക്, ബട്ട് യു ക്യാൻ ഡു ഇറ്റ്. യു മൈറ്റ് സ്റ്റിൽ ഹാവ് ഫീലിങ്സ് ഫോർ ദിസ് പേഴ്സൺ. സ്റ്റിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോട് സ്നേഹം ഉണ്ടാവാം. ബട്ട് നെവർ ഫൊർഗെറ്റ് വൈ യു ഡിസൈഡഡ് ടു ലീവ് ഇറ്റ്, അല്ലെങ്കിൽ വാട്ട് ദിസ് പേഴ്സൺ മെയ്ഡ് യു ഫീൽ. ഇനി മുമ്പോട്ടുള്ള ജീവിതം സന്തോഷവും കംഫർട്ടബിളും ആകണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് ദാറ്റ് ലീപ്പ്. ആൻഡ് ഓൾവേസ് റിമെമ്പർ, യു ഡിസേർവ് ടു ബി ഹാപ്പി. താങ്ക് യു.